എല്ലാവർക്കും നമസ്കാരം. മാക്സിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്നത് +2 ബയോളജിയുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ റീപ്രൊഡക്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. എന്താണ് റീപ്രൊഡക്ഷൻ? എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ലിവിങ് ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺസ് സിമിലർ ടു ഇറ്റ്സെൽഫ്. അതായത് ഒരു സ്പീഷീസ് അതിൻ്റേതായ തന്നെ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ. അവിടെ ബർത്ത് ടു യങ് വൺസ് ആണ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഭൂമിയിൽ ജനറേഷൻ നിലനിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് എന്ത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് നോക്കാം. ഏതൊക്കെയുണ്ട് റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. Asexual reproduction. It is the production of offspring by a single parent without the involvement of gamete formation. അതായത് ഒരു സിംഗിൾ പാരന്റ് ഇൻവോൾവ് ചെയ്ത് ഗമേറ്റ് ഫോർമേഷൻ ഇല്ലാതെ ഫോം ചെയ്യുന്ന യങ് വൺസിനെയാണ് എന്തെന്ന് പറയുന്നത്? എസെക്ഷലി റീപ്രൊഡ്യൂസ്ഡ് യങ് വൺസ് എന്ന് പറയുന്നത്. അതായത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു സിംഗിൾ പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് ആയിരിക്കും, അവിടെ എന്തുണ്ടായിരിക്കില്ല? ഗമേറ്റ് ഫോർമേഷൻ ഉണ്ടായിരിക്കില്ല. The offspring formed by asexual reproduction are identical and are referred to as clones. ഇങ്ങനെ ഉണ്ടാവുന്ന യങ്ങർ വൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. അവരെ നമ്മൾ ക്ലോൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ യങ് വൺസിനെ നമ്മൾ ക്ലോൺസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇനി ഇത് എതിലൊക്കെയാണ് ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള ചില ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിലാണ്. അതായതൊക്കെ ഫഞ്ചൈ, ആൽഗെ ആൻഡ് സം ഇൻവെർട്ടിബ്രേറ്റ് അനിമൽ. അതായത് ഫഞ്ചയിലും ആൽഗയിലും ഇൻവെർട്ടിബ്രേറ്റ് അനിമൽസിലുമാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നത്. ടൈപ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇൻ മൊണേറ ആൻഡ് പ്രോട്ടിസ്റ്റ്. മൊണേറയിലും പ്രോട്ടിസ്റ്റിലും ത്രൂ സെൽ ഡിവിഷൻ ഓഫ് ദ പാരന്റ് സെൽ. പാരന്റ് സെല്ലിൻ്റെ സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ് യങ്ങർ വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ബൈനറി ഫിഷൻ ഇതിനകത്തൊക്കെയാണ് നടക്കുന്നത്? അമീബയിലും പാരമീസിയത്തിലാണ് ബൈനറി ഫിഷൻ നടക്കുന്നത്. ബഡ്ഡിങ്ങോ ഈസ്റ്റിലാണ് ബഡ്ഡിങ് നടക്കുന്നത്. ഇനി ഇൻ ഫഞ്ചൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ്. ഫഞ്ചയിലും ചില സിമ്പിൾ പ്ലാന്റ്സിനകത്ത് നടക്കുന്നത് ത്രൂ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. ചില സ്പെഷ്യൽ സ്ട്രക്ചർ മുഖേനയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി സൂസ്പോർസ്, ക്ലാമിഡോമോണാസ്, കൊണീഡിയ, പെനിസീലിയം. ഇൻ സിമ്പിൾ പ്ലാന്റ്സ് ത്രൂ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാണ്. ക്ലാമിഡോമോണാസ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ഏതാണ്? സൂസ്പോർസ്. ഇനി പെനിസീലിയം, കൊണീഡിയ. ഇനി ചില സിമ്പിൾ ആയിട്ടുള്ള അനിമൽസോ ത്രൂ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. ഹൈഡ്ര എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്? ഹൈഡ്ര ബഡ്സ് വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി സ്പോഞ്ചോ, ജെമ്യൂൾസ് മുഖേനയാണ്. ഇനി ചില പ്ലാന്റ്സിനകത്ത് എങ്ങനെയാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ്. അതായത് നമ്മൾ സീഡ്സ് ഒന്നും ഇൻവോൾവ് അല്ലാതെ അതിൻ്റെ സ്റ്റെം കട്ടിങ് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് കിളിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ചില പ്ലാന്റ്സിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. പിന്നെ റൈസോം എന്ന് പറയുന്നത്, റൈസോം മുഖേന സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് ജിഞ്ചറും ബനാനയും. പിന്നെ പൊട്ടറ്റോയില് ട്യൂബർ മുഖേനയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി വാട്ടർ ഹയാസിന്ത് ഓഫ്സെറ്റ് വഴി. അതായത് ഒരു പ്ലാന്റിൽ നിന്ന് അടുത്ത പ്ലാന്റ് ഉണ്ടായി അങ്ങനെ തുടരെയാണ് ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത് പ്രൊഡ്യൂസ് ആവുന്നത്. ടൈപ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്ത നമ്മൾ നോക്കുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ്. ഇൻ മൊണേറ ആൻഡ് പ്രോട്ടിസ്റ്റ് ത്രൂ സെൽ ഡിവിഷൻ ഓഫ് പാരന്റ് സെൽ. പാരന്റ് സെല്ലിന്റെ സെൽ ഡിവൈഡ് ചെയ്താണ് മൊണേറയിലും പ്രോട്ടിസ്റ്റിലും എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബൈനറി ഫിഷനും ഉണ്ട്, ബഡ്ഡിങ്ങും ഉണ്ട്. ബൈനറി ഫിഷൻ നടത്തപ്പെടുന്നത് ഇതിനകത്തൊക്കെയാണ്? അമീബയിലും പാരമീസിയത്തിലുമാണ് നമ്മൾ ബൈനറി ഫിഷൻ കണ്ടുവരുന്നത്. പിന്നെ ഈസ്റ്റ് ബഡ്ഡിങ് യൂസ് ചെയ്താണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഏതിനകത്താണെന്ന് നോക്കാം. ഏതിനകത്തായിരുന്നു പറഞ്ഞത്? മൊണേറയിലും പ്രോട്ടിസ്റ്റിനകത്തും വരുന്നതാണ് ബൈനറി ഫിഷനും ബഡ്ഡിങ്ങും. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഈ എക്സാമ്പിൾസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിളും അത് യൂസ് ചെയ്യുന്ന മെത്തേഡും. ഇനി അടുത്ത
ഇൻ ഫഞ്ചൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ്, ഫഞ്ചയിലും സിമ്പിൾ പ്ലാന്റ്സിലും ത്രൂ സ്പെഷ്യൽ സ്ട്രക്ചർ, ചില സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്താണ് ഫഞ്ചയും സിമ്പിൾ പ്ലാന്റ്സും എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നു സൂസ്പോർസും കൊണീഡിയം. സൂസ്പോർ യൂസ് ചെയ്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് ക്ലാമിഡമോണാസ് ആണ്. ഇനി കൊണീഡിയ യൂസ് ചെയ്യുന്നത് പെനിസീലിയം ആണ്. ഇനി ചില സിമ്പിൾ അനിമൽസ് ചില സിമ്പിൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഹൈഡ്രയിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ബഡ്സ് ആണ്. പിന്നെ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത് ജെമ്യൂൾസ്. ഇനി ഇൻ പ്ലാന്റ്സിനകത്തോ ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്, അതായത് അവിടെ ഫ്ലവേഴ്സ് സീഡ്സിന്റെ ഇൻവോൾവ്മെന്റ് അല്ലാത്തതിനെയല്ല നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റൈസോം പറയാം, ട്യൂബർ പറയാം, ഓഫ്സെറ്റ്, ബൾബിൾ, ലീഫ് ബഡ്സ് ഒക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആയിട്ട് പ്ലാന്റ്സിന്റെ കാര്യത്തിൽ പറയാം. അപ്പം റൈസോമിന് എക്സാമ്പിൾ ആണ് ജിഞ്ചറും ബനാനയും. പിന്നെ ട്യൂബറിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ. ഓഫ്സെറ്റിന് എക്സാമ്പിൾ ആണ് വാട്ടർ ഹയാസിന്ത്. ഇനി ബൾബിന് അഗേവ് എക്സാമ്പിൾ ആണ്. ലീഫ് ബഡ്സിന് ബ്രയോഫിലോ എക്സാമ്പിൾ ആണ്. ഇത് ഇത്രയും എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ട, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് ഈ എക്സാമ്പിൾസും അത് നടത്തുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്ട്രക്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ. Sexual reproduction involves the formation of male and female gametes. Sexual reproduction അകത്ത് മെയിൽ ഗമേറ്റിന്റെയും ഫീമെയിൽ ഗമേറ്റിന്റെയും ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് ടു ഫോം ദ സൈഗോട്ട്. ഈ രണ്ട് ഗമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്ത് എന്തായി മാറും? സൈഗോട്ട് ആയിട്ട് മാറും. വിച്ച് ഡെവലപ്സ് ടു ഫോം ദ ന്യൂ ഓർഗാനിസം. ആ സൈഗോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്താണ് ന്യൂ ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് it is a complex and slow process as compared to asexual reproduction. Asexual reproduction കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്, അതേപോലെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. As there is an occurrence of meiosis during the formation of gametes and fusion of different gametes, the resultant offspring are of identical to parents or to themselves. Offsprings are not identical to parents or themselves. അവിടെ മിയോസിസ്, അതായത് ഗമേറ്റ് ഫോർമേഷൻ നടക്കുമ്പം അവിടെ മിയോസിസ് നടക്കുന്നു. മിയോസിസ് മീൻസ് സെൽ ഡിവിഷൻ. ഫീമെയിൽ ഗമേറ്റിൻ്റെയും മെയിൽ ഗമേറ്റിൻ്റെയും ഒരു സെൽ ഡിവിഷൻ അവിടെ നടക്കുന്നു. അതുകൊണ്ട് ആ ഓസ്പ്രിങ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അത് നമുക്ക് എസെക്ഷൽ റീപ്രൊഡക്ഷനെ ക്ലോൺ എന്ന് വിളിച്ചു. അതേപോലെ ഇവിടെ നമുക്ക് ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ക്ലോൺ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ മിയോസിസ് എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ, സെൽ ഡിവിഷൻ അവിടെ നടക്കുന്നത് കാരണമാണ് എന്ത് നടക്കുന്നത്? പുതിയൊരു എംബ്രിയോ ഡെവലപ്പ് ആവുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള യങ്ങർ വൺസിനെ അല്ല കിട്ടുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ ഹയർ അനിമൽസ് റീപ്രൊഡ്യൂസ് ആൾമോസ്റ്റ് എൻറ്റയർലി ബൈ സെക്ഷൽ മെത്തേഡ്സ്. ഒരുമാതിരി എല്ലാ ഹയർ അനിമൽസും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് യങ്ങർ വൺസിന് ബർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 3 phases of the life cycle of sexually reproducing organism. ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിന്റെ 3 ലൈഫ് സൈക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? ഫസ്റ്റ് ജുവനൈൽ ഫേസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്, പിന്നെ സെനസെന്റ് ഫേസ്. അങ്ങനെ 3 ഫേസ് ആണ് ഒരു ലിവിങ് ഓർഗാനിസം, ഒരു സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനുള്ള 3 ഫേസസ്. അപ്പൊ ആദ്യമേ ജുവനൈൽ ഫേസ് എന്താണെന്ന് നോക്കാം. Juvenile phase, the period of growth till attaining maturity for reproducing sexually. അതായത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു കേപ്പബിലിറ്റി എത്തുന്ന വരെയുള്ള സ്റ്റേജ്, ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്റ്റീവ് ആകുന്ന ഒരു സ്റ്റേജ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജുവനൈൽ ഫേസ് എന്ന് പറയും. The period of growth till attaining maturity for reproducing sexually. സെക്ഷലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി എത്തുന്നതിന് വരെയുള്ള ആ ഫേസിനെയാണ് എന്തെന്ന് പറയുന്നത്? ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലെ ആ ഫേസിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയും. പ്ലാന്റ്സിൽ എന്താണ് പറയുന്നത്? വെജിറ്റേറ്റീവ് ഫേസ്. ഇനി അടുത്തത് റീപ്രൊഡക്റ്റീവ് ഫേസ്. The period during which reproduction takes place. റീപ്രൊഡക്ഷൻ നടക്കുന്ന പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണം ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സും ഉണ്ട്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സും ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്?
ഓർഗാനിസംസ് എക്സിബിറ്റിംഗ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓൺലി ഡ്യൂറിങ് ഫേവറബിൾ സീസൺ. ആ അനിമൽസിന് ഫേവറബിൾ ആയിട്ടുള്ള സീസണിൽ മാത്രം റീപ്രൊഡക്ഷൻ നടക്കുന്നതിന് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നു. ഇനി കണ്ടിന്യൂസ് ബ്രീഡേഴ്സോ, ഓർഗാനിസം ദോസ് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഫുൾ അതിനെ റീപ്രൊഡക്ഷൻ നടത്താൻ ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്നു. ഇനി അതിനകത്ത് വരുന്നതാണ് ഈസ്ട്രസ് സൈക്കിളും മെൻസ്ട്രൽ സൈക്കിളും. അപ്പൊ ഈസ്ട്രസ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. The cyclical changes in the activities of ovaries and accessory ducts as well as hormones during the reproductive phase in females of non-primate animal. ഇനി നോൺ പ്രൈമേറ്റ്, അതായത് മനുഷ്യവർഗത്തിൽ പെടാത്ത അനിമൽസിൻ്റെ ലൈഫിലുള്ള സൈക്കിളിനെയാണ് നമ്മൾ ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. അവിടെ ഓവറീസിൻ്റെയും പിന്നെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെയും ഒക്കെ ഒരു സൈക്ലിക്കൽ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ദ സൈക്ലിക്കൽ റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ് ഇൻ ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സിലെ ഫീമെയിൽസിൽ കാണപ്പെടുന്ന മറ്റേത് ഫീമെയിൽസ്, നോൺ പ്രൈമേറ്റ്സിന്റെ ഫീമെയിൽസിലാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്താണ് ഫീമെയിൽസ്, പ്രൈമേറ്റ്സിന്റെ ഫീമെയിൽസിൽ കാണപ്പെടുന്ന സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഈസ്ട്രസ് സൈക്കിളും മെൻസ്ട്രൽ സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ മറ്റേത് ഫീമെയിൽസ് ഓഫ് നോൺ പ്രൈമേറ്റ് അനിമൽസും ഇതെന്ന് പറയുന്നത് എന്താണ്, ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സിലുമാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത സെനസെന്റ് ഫേസ് എന്താണെന്ന് നോക്കാം. The period between the end of reproductive phase and death. റീപ്രൊഡക്റ്റീവ് ഫേസ് എൻഡ് ചെയ്യുന്നതും ഒരു മരണത്തിനും ഇടയിലുള്ള ഫേസിനെയാണ് നമ്മൾ സെനസെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹോർമോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ 3 phases. പ്ലാന്റ്സിലും അനിമൽസിലും ഹോർമോൺസ് ആണ് ഈ 3 സൈക്കിളുകൾ മാറി മാറി വരാനായിട്ടുള്ള കാരണമാകുന്നത്. ഏതാണ്? ഈ ഹോർമോൺസ് ആണ് ഇതിന് ഈ സൈക്ലിക്കൽ ചേഞ്ചസിന് കാരണമാകുന്നത് ഹോർമോൺസ് ആണ്. ഇനി അടുത്ത നമുക്ക് ഇവന്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് കാണപ്പെടുന്ന ഇവന്റ്സ്, എന്തെല്ലാം ഫേസ് കഴിഞ്ഞിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന്. The events of sexual reproduction may be categorized into 3 distinct stages. 3 ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷനെ നമുക്ക് തരംതിരിക്കാനാവുന്നത്. ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് മുമ്പുള്ളത് പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഈ പ്രീ ഫെർട്ടിലൈസേഷനകത്ത് വരുന്നതാണ് ഗമേറ്റോജെനിസിസും ഗമേറ്റ് ട്രാൻസ്ഫറും. ഫെർട്ടിലൈസേഷനകത്ത് വരുന്നതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷനകത്ത് വരുന്നതാണ് സൈഗോട്ട് ഫോർമേഷനും എംബ്രിയോജെനിസിസും. ഇനി ഇത് ഏതൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്ത് നമുക്ക് നോക്കാം. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നേരത്തെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, ഗമേറ്റോജെനിസിസും ഗമേറ്റ് ട്രാൻസ്ഫറുമാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനകത്തുള്ളത്. അപ്പം ഗമേറ്റോജെനിസിസ് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ 2 types ഓഫ് ഗമേറ്റ്സ്. ഈ 2 ടൈപ്പ് ഫീമെയിൽ മെയിൽ ഗമേറ്റിന്റെ ഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഗമേറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഗമേറ്റിന്റെയും മെയിൽ ഗമേറ്റിന്റെയും ഫോർമേഷനെയാണ് നമ്മൾ ഗമേറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗമേറ്റ് ഫോർമേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഹോമോഗമേറ്റും ഉണ്ട്, ഹെട്രോഗമേറ്റും ഉണ്ട്. ഹോമോഗമേറ്റ് എന്താണ്? 2 gametes are similar. 2 ഫീമെയിലും മെയിൽ ഗമേറ്റും സിമിലർ ആയിരിക്കും. ബോത്ത് ദ ഗമേറ്റ്സ് ആർ മോട്ടൈൽ ആൻഡ് വിത്ത് സെയിം സൈസ്. രണ്ടിനും മൂവ് ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും, സെയിം സൈസ് ആയിരിക്കും. എക്സാമ്പിൾ ഏതാണ്? ക്ലാഡോഫോറയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഹെറ്ററോഗമേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസിമിലർ ഗമേറ്റ്സ് ആണ്. മെയിലും ഫീമെയിലും 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് ആയിരിക്കും. ദ മെയിൽ ഗമേറ്റ് ഈസ് സ്മോൾ മോട്ടൈൽ വിത്ത് 1 or 2 ഫ്ലജല്ല. മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും, എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. 2 ഫ്ലജല്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്റിന ലൈക്ക് സ്ട്രക്ചറിനെയാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. കോമൺലി കോൾഡ് ആന്ത്രോസോയിഡ് ഓർ സ്പെം. അപ്പൊ മെയിൽ ഗമേറ്റിനെ, ഹെറ്ററോഗമേറ്റ്സിനകത്തുള്ള മെയിൽ ഗമേറ്റിനെ എന്തെന്ന് പറയും? ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പെം എന്ന് വിളിക്കും. ഇനി ഫീമെയിൽ ഗമേറ്റോ, ദ ഫീമെയിൽ ഗമേറ്റ് ഈസ് ലാർജ് നോൺ മോട്ടൈൽ വിത്തൗട്ട് ഫ്ലജല്ല. അത് ലാർജ് ആയിരിക്കും, മൂവ്മെന്റ് ഇല്ലായിരിക്കും, ഫ്ലജല്ലാസിലായിരിക്കും. കോമൺലി കോൾഡ് എഗ് ആൻഡ് ഓവം. എഗ് ഓർ ഓവം. എഗ് അല്ലെങ്കിൽ ഓവം എന്ന് വിളിക്കുന്ന ഫീമെയിൽ ഗമേറ്റ്, അതാണ്
ഹെട്രോഗമേറ്റിനകത്തുള്ള ഫീമെയിൽ ഗമേറ്റിനെയാണ് എഗ് അല്ലെങ്കിൽ ഓവം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? ഫ്യൂക്കസ്. എക്സാമ്പിൾ ഫ്യൂക്കസ്. സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസം നമുക്ക് പഠിക്കാം. എന്താണ്? ഓർഗാനിസം മേ ബി ബൈസെക്ഷൽ ഓർ യൂണിസെക്ഷൽ. ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യൂണിസെക്ഷൽ ആയിരിക്കും അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിരിക്കും. യൂണിസെക്ഷലിന്റെ വേറെ പേരാണ് ഹെറ്ററോതാലിക് അല്ലെങ്കിൽ ഡയീഷ്യസ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. യൂണിസെക്ഷലിന്റെ ഡെഫിനിഷൻ: ഓർഗാനിസം വിത്ത് എയ്തർ മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഇതിൽ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറെ ഒരു ഓർഗാനിസത്തിൽ കാണും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിസെക്ഷൽ. ഏതെങ്കിലും ഒരെണ്ണം, ഒന്നുകിൽ മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റ് ആയിരിക്കും കാണപ്പെടുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അതിനെയാണ് യൂണിസെക്ഷൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? പപ്പായ, ഡേറ്റ് പാം, മർച്ചന്റിയ, കോക്രോച്ച്. ഇത് ഇത്രയാണ് യൂണിസെക്ഷലിന് എക്സാമ്പിൾ. അതായത് ഒന്ന് മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും, ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറെ അതിനകത്ത് കാണപ്പെടത്തുള്ളൂ. ഈ ബൈസെക്ഷൽ എന്താണെന്ന് നോക്കാം. ബൈസെക്ഷൽ, ഹോമോതാലിക്, മൊണീഷ്യസ് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്. ഇത് ഇത്രയും ബൈസെക്ഷലിന്റെ വേറെ പേരുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഏതൊക്കെ? ഹോമോതാലിക്, മൊണീഷ്യസ്, ഹെർമാഫ്രോഡൈറ്റ്. ഇനി ഓർഗാനിസം വിത്ത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. അതായത് ഫീമെയിലും മെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണപ്പെടുന്നതിനെയാണ് എന്താന്ന് പറയുന്നത്? ബൈസെക്ഷൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? കുക്കുർബിറ്റ്സ്, കോക്കനട്ട്, ചാര, എർത്ത് വോം, സ്പോഞ്ച്, ടേപ്പ് വോം ആൻഡ് ലീച്ച്. ഇത് ഇത്രയാണ് ബൈസെക്ഷൽ ആനിമൽസിന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഗമേറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗമേറ്റ് ഫെസിലിറ്റേറ്റ് ഫ്യൂഷൻ. മെയിൽ ഗമേറ്റിന്റെ ട്രാൻസ്ഫർ ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് കാരണമാകുന്നു. ഇൻ യൂണിസെക്ഷൽ ആനിമൽസ് ഇറ്റ് ഒക്കേഴ്സ് ബൈ കോപ്പുലേഷൻ ഓർ സൈമൾട്ടേനിയസ് റിലീസ്. യൂണിസെക്ഷൽ ആനിമൽസിൽ എങ്ങനെയാണ് ഗമേറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? ബൈ കോപ്പുലേഷൻ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് റിലീസ്. മെയിൽ ഗമേറ്റിന്റെയും ഫീമെയിൽ ഗമേറ്റിന്റെയും ഒരേ ടൈമിലുള്ള റിലീസാണ് യൂണിസെക്ഷൽ ആനിമൽസിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ കാരണമാകുന്നത്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ഇൻ ബൈസെക്ഷൽ ഓർഗാനിസം. ബൈസെക്ഷൽ ഓർഗാനിസത്തിനകത്ത് ഈ പ്രോസസ്സ്, ഗമേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആണ്. In angiosperms, a special process called pollination. Angiospermsil നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? pollination. It ensures the transfer of pollen grains which carry the pollen grains to the stigma. പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലോട്ട് ആൻജിയോസ്പേംസിൽ എത്തിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഫെർട്ടിലൈസേഷന് വേണ്ടി. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ. അങ്ങനെയാണ് ആൻജിയോസ്പേംസിൽ എന്ത് നടക്കുന്നത്? ഗമേറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഫെർട്ടിലൈസേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The process of fusion of male and female gamete is termed as syngamy or fertilization. മെയിൽ ഗമേറ്റിന്റെയും ഫീമെയിൽ ഗമേറ്റിന്റെയും ഫ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി എന്ന് പറയുന്നു. ഇനി പാർത്തനോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ദ മെയിൽ ഗമേറ്റ് ടു ഫോം ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് മെയിൽ ഗമേറ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു ന്യൂ ഓർഗാനിസം ആകുന്നു. അവിടെ എന്തില്ല? ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഒരു കോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് വരുന്നില്ല. അങ്ങനെ മെയിൽ ഗമേറ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത് വിത്തൗട്ട് ഒരു ന്യൂ യങ്ങർ വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി സിംഗമി മേ ഒക്വർ എയ്തർ എക്സ്റ്റേണലി ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഓർ ഇന്റേണലി ഇൻസൈഡ് ദ ബോഡി. ഈ സിംഗമി എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്നുകിൽ പുറത്ത് നടക്കാം, ബോഡിയുടെ പുറത്ത് നടക്കാം, അല്ലെങ്കിൽ ബോഡിക്ക് അകത്ത് നടക്കാം. അപ്പം നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് കോമൺ ഇൻ അക്വാട്ടിക് ഓർഗാനിസംസ്. ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കോമൺ ആയിട്ട് നടക്കുന്നത് ഏതിനകത്താണ്? അക്വാട്ടിക് ഓർഗാനിസത്തിനകത്താണ്. എക്സാമ്പിൾ എന്താണ്? ആൽഗെ, ഫിഷ്, ആംഫിബിയൻസ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? അക്വാട്ടിക് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. അവിടെയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഷോ ഗ്രേറ്റ് സിങ്ക്രണി. അത് മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് ഒരേ സമയം റിലീസ് ചെയ്യും. അതിനെയാണ് ഷോസ് ഗ്രേറ്റ് സിങ്ക്രണി എന്ന് പറയുന്നത്.
റിലീസ് എ ലാർജ് നമ്പർ ഓഫ് ഗമേറ്റ്സ് ഇൻ ടു ദ സറൗണ്ടിങ് മീഡിയ. ഇത് മോസ്റ്റ് ഓഫ് ദം എവിടെയാണ് നടക്കുന്നത്? വാട്ടറിനകത്താണ് നടക്കുന്നത്. അപ്പം റിലീസസ് എ ലാർജ് നമ്പർ ഓഫ് ഗമേറ്റ്സ്, അവിടെ ഗമേറ്റിന്റെ റിലീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം. സൈഗോട്ട് ഫോം ചെയ്യുന്നത് എവിടെയാണ്? എക്സ്റ്റേണൽ മീഡിയത്തിൽ. എവിടെയാണോ ഗമേറ്റ് റിലീസ് ആയത് അവിടെ തന്നെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്? ദ ഓസ്പ്രിങ്സ് ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു പ്രെഡേറ്റേഴ്സ്. അതായത് ബോഡിക്കകത്തല്ലാത്തത് കൊണ്ട് പ്രിഡേറ്റേഴ്സ്, ബാക്കി ഇരപിടിക്കുന്ന ജീവികളൊക്കെ ഈ സൈഗോട്ടിനെ കഴിക്കാനും നശിച്ചു പോകാനായിട്ട് കാരണമാകാറുണ്ട്. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നോക്കാം. Shown by terrestrial organisms belonging to fungi, higher animals such as reptile, birds, mammals and in a majority of plants. പല ടെറസ്ട്രിയൽ അനിമൽസും, ഫഞ്ചൈ അല്ലെ ഹയർ അനിമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ ഷോ ചെയ്യുന്നത് എന്താണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. എഗ് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. ഫീമെയിലിന്റെ ബോഡിയിൽ എഗ് ഫോം ചെയ്യുന്നു. ദ മെയിൽ ഗമേറ്റ് ഈസ് മോട്ടൈൽ ആൻഡ് ഹാസ് ടു റീച്ച് ദ എഗ് ഇൻ ഓർഡർ ടു ഫ്യൂസ് വിത്ത് ഇറ്റ്. അപ്പൊ അവിടുത്തെ മെയിൽ ഗമേറ്റിന് ഫീമെയിലിന്റെ എഗ്ഗിലേക്ക് എത്തണം. അപ്പൊ അത് മോട്ടൈലായിരിക്കും. മെയിലിന്റെ സ്പേംസ് മോട്ടൈലായിരിക്കും, അത് ഫീമെയിലിന്റെ എഗ്ഗിലേക്ക് എത്തണം. Zygote is formed inside the body of the organism and thereby protection to the embryo. സൈഗോട്ട് എവിടെയാണ്? ബോഡിയുടെ അകത്ത് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ആ എംബ്രിയോ, ആ സൈഗോട്ട് വളർന്ന് ഒരു എംബ്രിയോ ആയി വളരുന്നവരെയും അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. പുറത്തുള്ള പ്രിഡേറ്റേഴ്സിന്റെ ഒന്നും വൾണറബിൾ ആയിരിക്കില്ല. ഇനി അടുത്തത് നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. അത് രണ്ടെണ്ണം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്ന് എന്താണ്? ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, സൈഗോട്ടിന്റെ ഫോർമേഷനും എംബ്രിയോജെനിസിസും. അപ്പൊ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് എന്താണെന്ന് നോക്കാം. ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് സെൽ കാൾഡ് സൈഗോട്ട്. അവിടെ ഫീമെയിൽ ഗമേറ്റും മെയിൽ ഗമേറ്റും കൂടി ഫ്യൂസ് ചെയ്ത് നമ്മൾ സൈഗോട്ടിന്റെ ഫോർമേഷൻ ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. എംബ്രിയോജെനിസിസ്, the process of development of embryo from the zygote. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എംബ്രിയോജെനിസിസ് സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ. എംബ്രിയോജെനിസിസ് സൈഗോട്ട് സെൽ ഡിവിഷന് വിധേയമാകും. ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ, അവിടെ സെൽ ഡിവിഷനും നടക്കും, സെൽ ഡിഫറൻസിയേഷനും നടക്കും. ഇൻ ആനിമൽസ് ദ സൈഗോട്ട് സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ് സൂൺ ആഫ്റ്റർ ഇറ്റ്സ് ഫോർമേഷൻ. അനിമൽസിലാണെങ്കിൽ സൈഗോട്ട് ഡെവലപ്പായി ഉടനെ തന്നെ എംബ്രിയോ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. On the basis of development of zygote, animals may be either oviparous or viviparous. ഈ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റിന് അനുസരിച്ച് അനിമൽസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓവിപാരസ് എന്നും വിവിപാരസ് എന്നും. In oviparous animals like reptiles and birds, the fertilized eggs covered by a hard calcareous shell. അതായത് ഓവിപാരസിനകത്ത് ആ സൈഗോട്ടിന് കവർ ചെയ്ത് ഒരു കാൽസ്യം കൊണ്ടൊരു ഷെൽ ഫോർമേഷൻ നടക്കും. അതായത് മുട്ടയ്ക്കകത്തായിരിക്കും എന്തിരിക്കുന്നത്? എംബ്രിയോ പിന്നെ ഡെവലപ്പ് ആകുന്നത്. The embryonal protection and care are better in viviparous organism. എംബ്രിയോണൽ പ്രൊട്ടക്ഷനും കെയറും ഏതിനായിരിക്കും കൂടുതൽ? വിവിപാരസ് അനിമൽസിലായിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി in flowering plants after fertilization ovary develops into fruit. flowering plantsലാണെങ്കിലോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ട്സ് ആയിട്ട് മാറുകയും ഓവ്യൂൾസ് എന്തായിട്ട് മാറും? സീഡ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഡിസ്പേഴ്സൽ ദ സീഡ്സ് ജെർമിനേറ്റ് അണ്ടർ ദ ഫേവറബിൾ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. ഡിസ്പേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആ വിത്ത് വിതരണം നടക്കുമ്പോഴത്തേക്കും സീഡ് ജെർമിനേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറും. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ യങ്ങർ പ്ലാന്റ്സിനെ ഉണ്ടാക്കുകയും ചെയ്യും. റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ ഇവിടെ തീർന്നു. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.